അധികം നാൾ മുമ്പൊന്നുമല്ല, ഈ അടുത്ത കാലത്താണ് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകണം. SFIയുടെ കൊടുങ്കോട്ടെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു സഖാവ് മറ്റൊരു സഖാവിന്റെ തിരുനെഞ്ചിൽ കത്തികുത്തിയിറക്കി ചോര ചിരിച്ച ഗുണ്ടാ പ്രവർത്തനത്തിന് തുടർച്ചയിൽ സ്വന്തം സംഘടനയുടെ നേതൃത്വത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ച് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയതും സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം ഒക്കെ ഇവിടെ കൊടിയിലേ ഉള്ളൂ, ക്യാമ്പസിലില്ല എന്നൊക്കെ വിദ്യാർത്ഥി രോഷം അന്ന് ക്യാമ്പസ് യൂണിറ്റ് പിരിച്ചുവിട്ട് ദേശീയ അധ്യക്ഷൻ VP സാനു കേരള ജനതയോട് മാപ്പ് പറഞ്ഞതാണ്. ലജ്ജ കൊണ്ട് തലകുനിയുന്നു എന്ന കുമ്പസാരം നടത്തിയതാണ്. മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി അഭിമന്യുവിന്റെ നെഞ്ചിലാഴ്ന്നിറങ്ങിയ കഠാരയല്ല അവൻ വിളിച്ച മുദ്രാവാക്യം ആയുധമാക്കിയവരുടെ SFIക്കാരെന്നും അല്ലാത്തവർ ഒറ്റുകാരാണെന്നും അന്ന് പറഞ്ഞ സാനു ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. പക്ഷേ ഇന്നലെ അതേ സംഘടനയുടെ ഒരു സംസ്ഥാന നേതാവ് വന്നിരുന്നങ്ങ് ന്യായീകരിക്കലാണ്. മണിക്കൂറുകൾ, ദിവസങ്ങൾ നീണ്ട മാരകമർദ്ദനവും ജീവച്ഛവമാക്കി റൂമിട്ടതിന് ശേഷം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് ഇനിയും വ്യക്തമാക്കാനിരിക്കെ നേതാവിന്റെ $1 മില്യൺ ന്യായീകരണ ചോദ്യം. കൊലയ്ക്ക് കൊടുത്ത സിദ്ധാർത്ഥന്റെ വയറ്റിൽ ആഹാരമില്ലെന്ന് നിങ്ങൾക്ക് തെളിവെന്താണ്? കൂടെ പഠിച്ച സ്വന്തം പാർട്ടിക്കാരനെ നെഞ്ചിലേക്ക് കത്തികയറ്റിയവർ ഒറ്റുകാരാണെന്ന് തിരിച്ചറിഞ്ഞ സാനുവിൽ നിന്നും ആ നേതാവിലേക്ക് ദൂരം ഇന്ന് പറയുന്നുണ്ട് V ശിവൻകുട്ടി. ആ സംഘടനയുടെ ചരിത്രമറിയാത്തവർ കസേരയിൽ കയറിയിരിക്കുന്നതാണ് നാശത്തിന് കാരണമെന്ന് മന്ത്രി പറയുന്നത് 101% ശരിയാണെങ്കിലും കുറ്റമത്രയും കുട്ടികളുടെ തലയിൽ വെച്ച് ഒഴിയാമോ നേതാവേ? തീപാറും പോരാട്ടത്തിൽ പാർട്ടിമെടുക്കാൻ നടത്തിയ സമരചരിത്രം അപ്പാടെ മറന്നൊരു കരിങ്കൊടി പ്രതിഷേധത്തെ പോലും മഹാപരാധവും ഭീകരവാദവുമാക്കിയ നിങ്ങളാണ്. വിയോജിക്കുന്നവന്റെ മണ്ടയടിച്ചു കയറിയ ഗുണ്ടകളെ രക്ഷാദൗത്യമാലയിട്ട് സംരക്ഷണമൊരുക്കി ചേർത്ത് നിർത്തിയ നിങ്ങളാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ 51 വെട്ടിൽ തീർത്ത കേസിലെ കുഞ്ഞനന്ദന് വീരവാഴ്ത്തുക്കൾ ഇപ്പോഴും മുഴക്കുന്ന നിങ്ങൾ കുലമൂപ്പന്മാർ വഴികാട്ടികളെങ്കിൽ ഇളമുറയ്ക്ക് എങ്ങനെ മനസ്സിലാവാനാണ് ആ വെള്ളപ്പതാകയിലെ 3 വാക്കുകളുടെ അർത്ഥം? അന്ന് ചന്ദ്രശേഖരൻ സംഹാരത്തിന് തുടർച്ചയിൽ നടത്തിയ വ്യാജ പ്രചാരണ മാതൃകയിൽ, ആന്തൂരെ സാജന്റെ ആത്മഹത്യയുടെ തുടർച്ചയിൽ പാർട്ടി പത്രം എഴുതിപ്പിടിപ്പിച്ച അശ്ലീല അനാശാസ്യ കള്ളക്കഥയുടെ മാതൃകയിൽ പ്രചരിക്കുന്നുണ്ട് അന്വേഷണ റിപ്പോർട്ട്. എന്തോ അപമര്യാദയെ പെരുമാറി എന്നന്ന് 18-ാം തീയതി സിദ്ധാർത്ഥൻ മരിച്ചതിന് ശേഷം കൊടുത്തൊരു പരാതിയാണ്. അന്നൊരു ഞായറാഴ്ച കോളേജിന്റെ ഏത് ഓഫീസിൽ കൊണ്ട് കൊടുത്തു എന്ന പരാതിയാണെന്ന ചോദ്യം പോട്ടെന്ന് വെച്ചാലും 8 നാളുകൾക്കിപ്പുറം പ്രതീക്ഷകൾ അസ്തമിച്ചൊരു ഹതഭാഗ്യൻ മരിച്ച് മണ്ണോട് ചേരുമ്പോൾ ഒരു ടീച്ചർ ആ താമ്രപത്രത്തിൽ ഒപ്പുചാർത്ത തീയതി 26/2/2026. കൊല്ലാക്കൊല ചെയ്തിട്ടും പകതീരാത്ത മര്യാദകേടിന്റെ പരമാവധിയാണ്. നിർത്തടോ നെറികേട്. ഇന്നലെ വരെ പുനത്തിലൊളിച്ച പൂക്കോട്ടെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഇന്ന് ഒരുപാട്ട പെയിന്റുമായി അധമപ്പണിക്ക് ഉളുപ്പില്ലാതെ വെള്ളയടിക്കലാണ്. കൂട്ടത്തിലൊരുത്തനെ ഒറ്റയ്ക്ക് വളഞ്ഞിട്ട് ചോരതുപ്പും മട്ടിൽ അടിച്ചടിച്ച് അല്പപ്രാണിയാക്കിയിട്ടും കയ്യൊന്നനങ്ങാതെ കമാന്ന് മിണ്ടാതെ നാക്കു വിഴുങ്ങി നാണം കെട്ട മൂകസാക്ഷികളായിട്ട് ഇപ്പൊ വന്ന് മാധ്യമധർമ്മം ചലയ്ക്കാൻ ഉളുപ്പുണ്ടോ പിള്ളേരെ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം.